ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലിട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരിപ്പത്തിരിയാണ്. ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയൊരു സാധനമാണ് അരിപ്പത്തിരി കേട്ടോ. അത് ഫ്ലോപ്പ് ആകാതെ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും. ഞാൻ വലിയ പാചക വിദഗ്ധയൊന്നുമല്ല. ഞാൻ പല യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അരിപ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത്. ഒറ്റ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ മക്കളും നമ്മളിന്ന് കടയിൽ നിന്ന് കുറച്ച് അരിപ്പത്തിരി കുറച്ച് ദിവസം മുമ്പ് മേടിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ തൊട്ട് മക്കൾ പറയുന്നു ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പക്ഷേ എനിക്ക് പേടി ഇതുണ്ടാക്കാം, കാരണം ഇത് ഫ്ലോപ്പ് ആകുമെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം മൊത്തം. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം തെറ്റിപ്പോയി. ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും പറ്റും. അപ്പം ഞാനിതെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിന് 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ്, 3 കപ്പ് എടുത്തിട്ടുണ്ട്. അളവ് കൃത്യമായിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ചെയ്ത രീതി പറഞ്ഞുതരാം. ഈ ഒരു കപ്പിന് തന്നെ ഞാൻ ഒരു 4-4.5 കപ്പോളം വെള്ളം അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിനകത്ത് കുറച്ച് ഉപ്പൂടിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറ്റിയ ഒരു മിസ്റ്റേക്കെന്ന് പറയാൻ, പൊടി കൂടുതലായിപ്പോയി കേട്ടോ. എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ പൊടി അളവ് കൂടുതലായിപ്പോയി. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും ടാസ്ക്കുമായിരുന്നു, ഭയങ്കര ടൈമും എടുത്തു കേട്ടോ. അപ്പം എന്നെപ്പോലെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് എങ്കിൽ ആദ്യം ഒരു 3 കപ്പ് ഞാനിപ്പോൾ എടുത്തപ്പോൾ ഒരു 1.5 കപ്പിൻ്റെ പൊടിയെടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്ന ഉപ്പിട്ട വെള്ളമാണ്. അപ്പോൾ നമ്മളിതിനകത്തോട്ട് നമ്മുടെ ഈ പൊടിയിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കട്ടിയാവരുത് കേട്ടോ. നമുക്ക് ആ ഒരളവ് ഇങ്ങനെ ഒരു ചെറിയ ലൂസായിട്ട് തന്നെ വേണം. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം, അത് തന്നെ ഭയങ്കര പാടാണ്. എങ്കിലും ഞാനിത് ഈ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇത്രയും മാവ് വേസ്റ്റായി പോവുമോ, ഫ്ലോപ്പ് ആകുമോ, മെനക്കേടാണോ എന്നൊക്കെ തോന്നി. പക്ഷേ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പക്ഷേ സമയം എടുത്തു ഒരുപാട്, കാരണം പൊടി കൂടുതലായിപ്പോയി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര പൊടി തോനെയായിപ്പോയി കേട്ടോ. ആ 3 കപ്പ് എന്നുള്ളത് 1.5 കപ്പായിരുന്നു എങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എൻ്റെ സമയം ഒരുപാട് പോകത്തില്ലായിരുന്നേ. അപ്പം നമ്മൾ ചൂടോട് തന്നെ വേറൊരു പാത്രത്തിനെടുത്തിട്ട് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അയച്ചെടുക്കണേ. അപ്പം ഞാൻ ഭയങ്കര ചൂടായിരുന്നു, കുറച്ച് തണുത്ത വെള്ളം, ഒരു പച്ചവെള്ളം സൈഡിലോട്ട് വെച്ചിട്ട് നമ്മളതിനകത്ത് കൈ മുക്കി നമുക്ക് നല്ലതുപോലെ ഒന്ന് അയച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അയച്ചപ്പോൾ തന്നെ കൈ ശരിക്കും പൊള്ളി. അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രത്തിനകത്ത് എനിക്കിത് അയക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ 2 പാത്രത്തിനകത്താക്കി 2-3 സെക്ഷനായിട്ടാണ് അയച്ചെടുത്തത്. ഇടയ്ക്ക് എന്നെ അമ്മ ഹെൽപ്പ് ചെയ്ത് തന്നു. അയച്ചങ്ങനെ എടുത്ത് ചെറിയ ചെറിയ ബോൾ ആക്കി എടുക്കണേ. അപ്പം ഞാൻ നമ്മുടെ ഈ വീടിൻ്റെ റോഡിൻ്റെ സൈഡാണ്, അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും കേട്ടോ, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാനിങ്ങനെ 2-3 സെക്ഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓരോ ചെറിയ ബോളാക്കി എടുക്കണേ, റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അപ്പം ഞാനത് ആദ്യമേ എല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുത്ത് വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഫസ്റ്റ്. പിന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ, ഇതിങ്ങനെയല്ല എന്ന് തോന്നുന്നെങ്കിൽ എനിക്ക് കമൻ്റ് ഇടാനും മറക്കരുത്. ഞാൻ പറഞ്ഞു, ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്തതിൻ്റെ തെറ്റുകുറ്റം എന്ന് പറയുമ്പോൾ മാവ് കൂടുതലായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ പല വീഡിയോസ് കണ്ടപ്പോഴും തോന്നി ചിലർ എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ഒരു പലകയിലാണ് ഞാനിത് ചെയ്യുന്നത്. നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളീ പരത്തുമ്പം മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് തെറ്റായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നതെങ്കിലാണ് നമുക്കിത് പൊട്ടിപ്പോവുക, നല്ലതുപോലെ പരത്തിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എനിക്കിവിടെ നല്ലതുപോലെ എല്ലാം പരന്ന് കിട്ടി. പിന്നെ രണ്ടാമത് പരത്തിയത് ഇടയ്ക്ക് നമ്മുടെ ചപ്പാത്തി കോലിനകത്ത് കുറച്ച് മാവ് ഒട്ടിയിരുന്നു. അപ്പോൾ ആ മാവ് തന്നെ ചെന്ന് അതിൽ പിടിച്ചിട്ട് കുറച്ചൊന്ന് പൊട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ കുഴപ്പം, ചപ്പാത്തി കോലിൽ പറ്റിയ മാവ് ടച്ച് ചെയ്തതുകൊണ്ട് കേട്ടോ, അല്ലാതെ മാവിൻ്റെ അല്ല. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ ആദ്യം പരത്തുന്നത് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. വളരെ നൈസായിട്ട് നല്ല രീതിക്ക് ഇത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. കുറച്ച് അരിപ്പൊടി എടുക്കണം. അരിപ്പൊടി എടുത്തിട്ട്
നമുക്ക് ഇത്രയും നമ്മളൊരു പാത്രം മാറ്റി വെക്കുക, അരിപ്പൊടി വിതറിയിട്ടൊരു പാത്രം വെക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് അരിപ്പൊടി മുക്കി നമുക്കിതുപോലൊന്ന് നൈസായിട്ട് തന്നെ കാണിച്ചു തരാം. വളരെ നൈസായിട്ട് തന്നെ, എത്രയും നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് തന്നെ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേണ്ടേ ഞാൻ കാണിച്ചു തരാം. ഇതേണ്ടേ വളരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചെയ്യുമ്പം ഒരു ഒട്ടിപ്പിടിച്ചും ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല, നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം മക്കളുടെ നിർബന്ധമായിരുന്നു, കുറച്ച് ദിവസം കൊണ്ട് പറയുക കേട്ടോ, കുറച്ച് ദിവസം കൊണ്ടേ എൻ്റെ പുറകെ, കൂടുതൽ ഇളയ മോനാണ്. ഇച്ചിരി അരിപ്പത്തിരി ഇടിയപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് അടുപ്പിച്ച് ഇടിയപ്പമായിരുന്നു. അന്നേരം എല്ലാം പറയും, അമ്മ ഇച്ചിരി അരിപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കുന്നത്. അന്നേരമൊക്കെ ഞാൻ അവന് പറയുന്ന മറുപടി, ഞാൻ ഉണ്ടാക്കി തരത്തില്ല മോനെ, എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഒന്നുമില്ല, കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് അങ്ങ് മെനക്കെട്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് ഞാൻ ചുട്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് എളുപ്പമാണ് ചെയ്യാൻ. പക്ഷേ ഈ ഒരു എടുക്കുന്ന പൊടിയുടെ അളവ് കൂടുതലായാൽ നമ്മൾ ഭയങ്കര സമയമെടുക്കും, ഭയങ്കര ഒരു ടാസ്ക്കാണ് അത് കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക്. എന്തായാലും എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തു കേട്ടോ. ഞാനിതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാവേ. അടുത്തത് പരത്തി എല്ലാം കൂടെ കുറച്ച് പാത്രത്തിനകത്തോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ പാനിനകത്ത് നല്ല ചൂടായി കഴിയുമ്പം തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാതെ എല്ലാം വളരെ നൈസായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും തൂക്കത്തില്ല. പാൻ നല്ലതുപോലെ ചൂടായി കഴിയുമ്പം അതിലോട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു പൊങ്ങി വരുമ്പോഴേ നമുക്കത് മാറ്റാവേ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കടകളിലെ പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ വൈറ്റാണ് എല്ലാം, അരിപ്പത്തിരി നല്ല വെള്ളയാണ്. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഉള്ള ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തീ കുറച്ച് കൂടുതലൊക്കെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് ഒരു ഗോൾഡൻ കളറിലോട്ടൊക്കെ പോകും. എനിക്കും അങ്ങനെ കുറച്ച് പറ്റി ഇതിനകത്ത്. എങ്കിലും സാരമില്ല, ടേസ്റ്റ് വൈസ് ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന അരിപ്പത്തിരിക്കും. അപ്പം വേണ്ട ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ? ഇതുപോലെ കുറച്ച് മെനക്കെട്ടാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കും നമുക്കും എല്ലാം വീട്ടിൽ തന്നെ, കടയിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഞാനത് സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അരിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ചപ്പാത്തി, ഇടിയപ്പം, ദോശ, ഇഡ്ഡലി, പുട്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പുമാവ്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, എങ്കിലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുമോ? കമൻറ്റ് ഇടുക കേട്ടോ, എന്തായാലും കമൻറ്റ് ഇടുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ, നിർബന്ധിക്കുന്നില്ല ആരോടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോ ഇടയ്ക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾക്കെല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഇതിനും പ്രത്യേകം എനിക്ക് എന്ത് മിസ്റ്റേക്ക് ഇതിനകത്ത് പറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങളതിന് ഒരു കമൻ്റ് ഇടണം കേട്ടോ. എങ്കിലേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.